السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമളാനിൻ്റെ മൂന്നാമത്തെ നോമ്പിലേക്ക് നാം കടന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ നിർവഹിച്ച് നമ്മുടെ തറാവീഹ്, ഖുർആന്, മറ്റ് ഇബാദത്തുകളെല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, റഗൈമ അൻഫു റജുലിൻ ദഖല അലൈഹി റമളാനു വതമ്മ റമളാനു ഖബല അൻ യുഗ്ഫറ ലഹു. അള്ളാഹിൻ്റെ ഹബീബ് ഗൗരവത്തോടുകൂടെ പറയുന്ന ഒരു ഹദീസാണ്. ഒരു മനുഷ്യൻ നശിച്ചു പോവട്ടെ, അവൻ്റെ മൂക്ക് മണ്ണിനോട് ചേർന്ന് പോവട്ടെ എന്ന് പറഞ്ഞാൽ അവൻ നശിച്ചു പോവട്ടെ എന്നർത്ഥം. പരിശുദ്ധ റമളാന് കടന്നു വന്നിട്ട് ആ റമളാൻ വിട പറയുകയും ചെയ്തു. ഏതവസ്ഥയിൽ? ഖബല അൻ യുഗ്ഫറ ലഹു, അവൻ്റെ പാപം പൊറുപ്പിക്കപ്പെടാതെ, അവൻ ചെയ്തുപോയ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാതെ പരിശുദ്ധ റമളാനെങ്ങാനും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ അവൻ നശിച്ചു പോവട്ടെ, അവന് നാശം സംഭവിക്കട്ടെ എന്ന് അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും. നമ്മൾ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. നമ്മുടെ ഏത് വലിയ പാപമാണെങ്കിലും അള്ളാഹു പുറത്തു തരാം എന്ന് പറഞ്ഞ പരിശുദ്ധ റമളാനിൽ അള്ളാഹിൻ്റെ റഹ്മത്ത് ചോദിച്ചു വാങ്ങേണ്ടുന്ന ഈ റമളാൻ നമ്മിലേക്ക് കടന്നു വന്നിട്ട് 3 ഭാഗങ്ങളായിട്ടാണ് റമളാനിനെ അള്ളാഹു നിർണയിച്ചിരിക്കുന്നത്. 1 അവ്വലുഹു റഹ്മ, 2 വഔസതുഹു മഗ്ഫിറ, 3 ഇതുഖു മിനന്നാർ. 3 നിലയിലാണ് അള്ളാഹു റമളാനിൽ വെച്ചിട്ടുള്ളത്. എൻ്റെ പ്രിയമുള്ളവരെ, പാപം പൊറുപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഒരു 10 നമുക്ക് വെച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നാരകീയമായ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ, മോചനം നൽകാൻ നമുക്ക് അള്ളാഹു ഒരു 10 വെച്ചിട്ടുണ്ട്. ഇതെല്ലാ റഹ്മത്തും എല്ലാ ഖൈറാത്തുകളും ഗുണങ്ങളും നിറഞ്ഞിരിക്കുന്ന ഈ റമളാനിൽ അത് വേണ്ട എന്ന് പറയുന്ന, അതിൽ നിന്ന് തൊട്ട് ഹതഭാഗ്യവാന്മാരാകുന്ന ഒരാളായി നമ്മൾ മാറരുത്. പരിശുദ്ധ റമളാനിൽ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നവരായി മാറണം. അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ്, മൻ സ്വാമ റമളാന ഈമാനൻ, ഒരാൾ ഈമാനിൽ നിലകൊണ്ടുകൊണ്ട് ഒരാൾ റമളാനിൽ നോമ്പെടുത്താൽ, വഹ്തിസാബൻ, അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ഒരാൾ നോമ്പെടുത്താൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻപ് കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കപ്പെടുമെന്നാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ റമളാൻ വന്നിട്ട് നമുക്ക് നമ്മുടെ പാപം പൊറുപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെക്കാളും വലിയ ഹതഭാഗ്യൻ, നാശം സംഭവിച്ചവൻ പിന്നെ ആരാണ്? അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവർ, ഈ റമളാൻ നോമ്പ് എന്നുള്ളത് വെറും പട്ടിണി കിടക്കലല്ല. അള്ളാഹുവിനോടുള്ള ഈമാനോടുകൂടെ അള്ളാഹുവിൽ നിന്ന് കൂലി ആഗ്രഹിച്ചവനായും കൊണ്ട് നമ്മൾ നോമ്പെടുത്താലാണ് ഈ പാപമോചനം നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയുള്ള ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമളാനിൽ നോമ്പെടുത്താൽ കിട്ടുന്ന പുണ്യങ്ങൾ ഒരുപാട് പറയാനുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ. അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ സ്വർഗത്തിലേക്ക് പക്ഷികളുടെ ചിറകുമായി കടന്നു വരുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. അവർ സ്വർഗത്തിലേക്ക് സ്വർഗീയ ആരാമത്തിൽ ഇങ്ങനെ പാറി പറക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ഖാസിൻ, കാവൽക്കാരനായ മലക്ക് ചോദിക്കുന്നു, മൻ അൻതും, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ വിഭാഗം ജനങ്ങൾ പറയും, നഹ്നു മിൻ ഉമ്മത്തി മുഹമ്മദിൻ, ഞങ്ങൾ റസൂലുള്ളാഹിൻ്റെ മുഹമ്മദ് നബിയുടെ സമുദായത്തിൽ പെട്ടവരാണ് എന്നവർ പറയുമത്രേ. വീണ്ടും ചോദിക്കുന്നു, ആ ഖാസിനായ കാവൽക്കാരനായ മലക്ക് ചോദിക്കും, ഹൽ റഅയ്തുമുൽ ഹിസാബ, നിങ്ങൾ വിചാരണ കണ്ടിട്ടില്ലയോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഇല്ല, ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ വിചാരണ നേരിടേണ്ടി വന്നിട്ടില്ല ഞങ്ങൾക്ക്. വീണ്ടും ആ കാവൽക്കാരനായ മലക്ക് ചോദിക്കും, ഹൽ റഅയ്തുമുസ് സിറാത്ത, നിങ്ങൾ സിറാത്തു പാലം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഇല്ല, ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ സിറാത്ത് കണ്ടിട്ടില്ല,
ഹിസാബ് കണ്ടിട്ടില്ല, അതിന് ഒരു പ്രതിസന്ധി ഞങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു പദവി കിട്ടിയത് എന്ന് ആ മലക്ക് ചോദിക്കുമ്പോൾ ആ പറന്നു വന്ന ആ മനുഷ്യർ, ആ വിഭാഗം ജനങ്ങൾ പറയും, ഞങ്ങൾ ദുനിയാവിൽ അള്ളാഹുവിന് രഹസ്യമായി അമല് ചെയ്തു, അതുകൊണ്ട് ആഖിറത്തിൽ ഞങ്ങൾക്ക് രഹസ്യമായി അള്ളാഹു ഈ ഒരു പദവി ഞങ്ങൾക്ക് നൽകിയതാണ് എന്ന് ആ വിഭാഗം ജനങ്ങൾ പറയും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നോമ്പ് എന്നുള്ളത് രഹസ്യമായ അമലാണ്. ഞാനും എൻ്റെ റബ്ബുമായിട്ടുള്ള കണക്ഷനാണ് നോമ്പ്. ഒരാൾക്കും അത് നോമ്പിനെക്കുറിച്ച് ഒന്നും പറയാനോ ഒരു ലോകമാനം വരുന്ന അമലല്ല നോമ്പ് എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാനിൽ അള്ളാഹുവിൽ നിന്ന് കൂലി ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുത്ത് യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ ഞാനും നിങ്ങളും ഉൾപ്പെടണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമളാനിലെ നോമ്പ് മനഃപൂർവ്വം ഒഴിവാക്കുന്നവൻ്റെ ഗൗരവം നമ്മൾ ഇന്നലെ പറഞ്ഞു. വ്യഭിചാരിയേക്കാളും കള്ളുകുടിയനേക്കാളും അവൻ മോശപ്പെട്ടവനാണ്, നാശം സംഭവിച്ചവനാണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. അള്ളാഹു അങ്ങനെയുള്ള വിഭാഗത്തിനത്തോട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. യഥാർത്ഥ അവൻ്റെ നോമ്പുകാരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവൻ്റെ യഥാർത്ഥ നോമ്പുകാരിലും യഥാർത്ഥ ഖായിമീങ്ങളിലും അള്ളാഹു ഉൾപ്പെടാനുള്ള മഹാഭാഗ്യം അള്ളാഹു എനിക്കും നിങ്ങൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.